ഹായ് ഹലോ എല്ലാവർക്കും ഇൻഡസ് എഡ്യൂക്കേഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എൻട്രൻസ് പെർസ്പെക്റ്റീവിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായി എന്ത് ചെയ്യാനായിട്ട് പോവാണ് മക്കളെ, പഠിക്കാനായിട്ട് പോവാണ്. എല്ലാ എൻട്രൻസിലും, നീറ്റ് ആയാലും ജെ ആയാലും മറ്റേത് എൻട്രൻസിലും നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിലായിരിക്കും ഇന്നത്തെ ക്ലാസ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോവാം. ഓരോ ടോപ്പിക് വൈസ് ആയിട്ടായിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്, ഓരോ ടോപ്പിക് വൈസ് ആയിട്ടായിരിക്കും നമ്മളെ ക്ലാസ് എന്ത് ചെയ്യുന്നത്, എടുത്ത് മുമ്പോട്ട് പോകുന്നത്. സോ ഇന്ന് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിലെ ഡയമെൻഷൻസ് എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിലെ ഡയമെൻഷനിലെ കംപ്ലീറ്റ് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഡയമെൻഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലെ എല്ലാ കാര്യങ്ങളും, ഫുൾ ഡയമെൻഷൻ ഫോർമുലാസ്, അതിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ, കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. മക്കളെ, ഇവിടെ കൊടുത്തിരിക്കുന്ന കാണാം, വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഫോർമുല ഓഫ് ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷൻ ഫോർമുല കണ്ടുപിടിക്കാനാണ് നമ്മൾ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ സ്പീഡ് എന്ന് പറയുന്ന കാര്യമാണ് നോക്കുന്നത്. സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, സ്പീഡ് എന്ന് പറയുന്നത് മക്കളെ നമുക്കറിയാം, സ്പീഡ് എന്ന് പറയുന്നത് എന്താടാ? സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്, അല്ലേ? സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. നോക്കൂ, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലെങ്ത് ആണ്, ലെങ്ത്തിനോട് ഇക്വലന്റ് ആണ്. ബൈ ടൈം എന്ന് പറഞ്ഞാൽ ടി ആണ്. ടി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടി സ്പീഡിന്റെ ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത് LT⁻⁻1 ആണ്. സോ സ്പീഡിന്റെ ഡയമെൻഷൻ ഫോർമുല LT⁻⁻1. നെക്സ്റ്റ് വൺ വെലോസിറ്റി നോക്കി. വെലോസിറ്റി ഒന്നുമില്ല മക്കളെ. വെലോസിറ്റി എന്താ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഡിസ്പ്ലേസ്മെന്റ് ലെങ്ത് ആണ്. ലെങ്ത് ബൈ ടൈം LT⁻⁻1 എന്ന് തന്നെ കിട്ടും. അതായത് സ്പീഡിന്റെയും വെലോസിറ്റിയുടെയും ഡയമെൻഷൻ ഫോർമുല സെയിം ആണ്. നെക്സ്റ്റ് വൺ നോക്കൂ, ആക്സിലറേഷൻ. ആക്സിലറേഷന്റെ ഇക്വേഷൻ എന്താ? ആക്സിലറേഷൻ ഈസ് വെലോസിറ്റി ബൈ ടൈം. ആക്സിലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ബൈ ടൈം ആണ്. സോ വെലോസിറ്റി നമുക്ക് നേരത്തെ കിട്ടിയിരുന്നു. വെലോസിറ്റി എത്രയാ? LT⁻⁻1 ബൈ ടൈം എത്രയാ? T⁻1. മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ LT⁻⁻2 എന്ന് കിട്ടും. LT⁻⁻2 എന്ന് കിട്ടും ആക്സിലറേഷന്റെ ഡയമെൻഷൻ ഫോർമുല. നെക്സ്റ്റ് വൺ വർക്ക്, എനർജി, ടോർക്ക് ഒക്കെ ഉണ്ട്. അതിനു മുൻപ് ഫോഴ്സിന്റെ ഡയമെൻഷൻ ഫോർമുല എന്താ മക്കളെ? ഫോഴ്സിന്റെ ഡയമെൻഷൻ ഫോർമുല, ഫോഴ്സ് ഇക്വേഷൻ അറിയാലോ. മാസ് ഇൻടു ആക്സിലറേഷൻ ആണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻടു ആക്സിലറേഷൻ ആണ്. സോ മാസിന്റെ ഡയമെൻഷൻ ഫോർമുല M ആണ്. ആക്സിലറേഷന്റെ ഡയമെൻഷൻ ഫോർമുല LT⁻⁻2 ആണ്. സോ ഫോഴ്സിന്റെ ഡയമെൻഷൻ ഫോർമുല MLT⁻⁻2 ആണ്. നെക്സ്റ്റ് വൺ വർക്കിന്റെയും എനർജിയുടെയും ടോർക്കിന്റെയും. സാർ ഇവിടെ 3 ഒരുമിച്ച് എഴുതിയിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ 3ന്റെയും ഡയമെൻഷൻ ഫോർമുല സെയിം ആണ്. സോ വർക്കിന്റെ ഡയമെൻഷൻ ഫോർമുല ഇവിടെ നോക്കി, വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്. വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സിന്റെ ഡയമെൻഷൻ ഫോർമുല എന്താ? MLT⁻⁻2 ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? L ആണ്. സോ ഇവിടെ നോക്കിക്കേ, M L ഉണ്ട്, L² T⁻⁻2 എന്ന് കിട്ടി. സോ വർക്കിന്റെയും എനർജിയുടെയും ടോർക്കിന്റെയും ഡയമെൻഷൻ ഫോർമുല ML² T⁻⁻2 എന്നാണ്. ഓക്കെ, അങ്ങനെ പവറിന്റെ ഡയമെൻഷൻ ഫോർമുല നോക്കി. പവർ ഈസ് നത്തിങ് ബട്ട് വർക്ക് ബൈ ടൈം. പവർ എന്ന് പറയുന്നത് വർക്ക് ബൈ ടൈം ആണ്. സോ വർക്ക് എത്രയായിരുന്നു? ML² T⁻⁻2 ആയിരുന്നു. ഡിവൈഡഡ് ബൈ ടൈം എത്രയായിരുന്നു? T ആയിരുന്നു. T മുകളിലേക്ക് പോയാൽ ML² T⁻⁻3 എന്ന് കിട്ടും പവറിന്റെ ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ എന്തൊക്കെ നോക്കി? സ്പീഡിന്റെ ഡയമെൻഷൻ ഫോർമുല LT⁻⁻1 ആണ്. വെലോസിറ്റി LT⁻⁻1 ആണ്. ആക്സിലറേഷൻ LT⁻⁻2 ആണ്, അല്ലെ? ആക്സിലറേഷൻ LT⁻⁻2 ആണ്. ഫോഴ്സ് എന്തായിരുന്നു? മാസിന്റെ ആക്സിലറേഷൻ MLT⁻⁻2 ആണ്. വർക്കിന്റെയും എനർജിയുടെയും ടോർക്കിന്റെയും ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത് ML² T⁻⁻2 ആണ്. മൈൻഡിലോട്ടാവണം. വർക്കിന്റെയും എനർജിയുടെയും ടോർക്കിന്റെയും ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത് ML² T⁻⁻2 ആണ്. പവർ നോക്കിയാൽ പവർ എന്ന് പറയുന്നത് വർക്ക് ബൈ ടൈം. സോ വർക്ക് എന്താ സാർ? വർക്ക് ML² T⁻⁻2 ആണ്. ടൈം എന്താണ്? T ആണ്. ഇത് മുകളിലേക്ക് പോയാൽ ML² T⁻⁻3 എന്ന് കിട്ടും. ഈ സ്ലൈഡ് എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തവര് ബെക്കടിക്കുക, മനസ്സിലാക്കി പഠിച്ച് മുമ്പോട്ട് പോകുക. ഓക്കെ ആണോ?
നെക്സ്റ്റ് വൺ മക്കളെ ഇവിടെ നോക്കിക്കണം ഏരിയ. നമ്മൾ എല്ലാ കാര്യങ്ങളുടെയും കംപ്ലീറ്റ് കാര്യങ്ങളുടെ ഡയമെൻഷൻ ഫോർമുല നമ്മൾ പറയേണ്ടത് കേട്ടോ. ഏരിയ എന്ന് പറയുന്നത് എന്താ? ഏരിയ ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്. സോ ലെങ്ത് എന്താ മക്കളെ? എല്ലാണ്. ബ്രെഡ് എന്താണ്? എല്ലാണ്. സോ ഏരിയയുടെ ഡയമെൻഷൻ ഫോർമുല എന്ത് കിട്ടി? എൽ സ്ക്വയർ എന്ന് കിട്ടി. ഇനി ഇവിടെ നോക്കിക്കേ വോളിയം എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ് ഇൻറ്റു ഹൈറ്റ് ആണ്. എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച്. നോക്കൂ, എൽ ഇൻറ്റു എൽ. സോ ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത് എൽ ക്യൂബായി മാറി. എളുപ്പമല്ലേ? ഡെൻസിറ്റി. സാർ എന്താണ് ഡെൻസിറ്റി? ഡെൻസിറ്റി ഒന്നുമില്ലടോ. ഡെൻസിറ്റി ഈസ് മാസ് ബൈ വോളിയം. ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ്, അറിയാമല്ലോ. മാസിന്റെ ഡയമെൻഷൻ ഫോർമുല എം ആണ്, വോളിയത്തിന്റെ ഡയമെൻഷൻ ഫോർമുല എൽ ക്യൂബ് ആണ്. മുകളിലേക്ക് എടുത്താൽ ml⁻³ എന്ന് കിട്ടി. മക്കളെ പ്രഷർ എന്താണ്? പ്രഷർ ഈസ് ദ ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ. അതായത് പ്രഷറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആണ്. പ്രഷറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സ് എന്തായിരുന്നു? നമ്മൾ നേരത്തെ പഠിച്ചു. ഫോഴ്സ് എന്ന് പറയുന്നത് mlt⁻² ആണ്. ഏരിയ എന്ന് പറയുന്നത് എൽ സ്ക്വയർ ആണ്. ഈ എല്ലും ഇവിടെയുള്ള ഒരു എല്ലും വെട്ടിപ്പോയി. ഈ ബാക്കിയുള്ള എൽ, അടിയിലുള്ള എൽ മുകളിലോട്ട് വരും. ഓൾറെഡി മുകളിൽ എം ഉണ്ട്, ഈ അടിയിലുള്ള എൽ മുകളിലേക്ക് വന്നു. ആൻഡ് ടി ഓൾറെഡി അവിടെ ഉണ്ട്. mlt⁻². ml⁻⁻1 t⁻². സ്ട്രെസ് എന്താണ് മക്കളെ? സ്ട്രെസ്സിന്റെ ഇക്വേഷനും പ്രഷറിന്റെ ഇക്വേഷനും ആക്ച്വലി സെയിം ആണ്. സ്ട്രെസ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ തന്നെയാണ്. സ്ട്രെസ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആണ്. സോ ഇവിടെ നോക്കിക്കണം, ഫോഴ്സ് എന്ന് പറയുന്നത് mlt⁻² ആണ്. ഏരിയ എന്ന് പറയുന്നത് എൽ സ്ക്വയർ ആണ്. നേരത്തെ പോലെ എല്ലും വെട്ടിപ്പോയി. അടിയിലുള്ള ഒരൽ മുകളിലോട്ട് വരും. ml⁻⁻1 t⁻² ആയിട്ട് കിട്ടി. ഓക്കെ ആണോടാ? പ്രഷറിന്റെയും സ്ട്രെസ്സിന്റെയും ഡയമെൻഷൻ ഫോർമുല സെയിം ആണ്. ഇവിടെ ഒരാളുകൂടി നോക്കിയേ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇതിന്റെയും ഡയമെൻഷൻ ഫോർമുല പ്രഷറിന്റെ ഡയമെൻഷൻ ഫോർമുലയോട് ഈക്വൽ ആണ്. അപ്പൊ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ആണ്. ഇതിന്റെ ലോജിക്ക് ഇത്രയേ ഉള്ളൂ. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് അത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെസ് നമ്മൾ പഠിച്ചു, പ്രഷറിനോട് ഈക്വൽ ആണ്. അതിന്റെ ഡയമെൻഷൻ ഫോർമുല എത്രയാണ്? ml⁻⁻1 t⁻² ആണ്. ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ഡയമെൻഷൻ ഫോർമുല ഇല്ല. അതുകൊണ്ടൊക്കെ തന്നെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ ഡയമെൻഷൻ ഫോർമുല ഏത് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലായി. സ്ട്രെസ്സിന്റേതും പ്രഷറിന്റേതും പോലെയാണെന്ന് നമുക്ക് എന്ത് ചെയ്തു? മനസ്സിലായി. അതായത് പ്രഷറും സ്ട്രെസ്സും മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ ഡയമെൻഷൻ ഫോർമുല എന്താണ് മക്കളെ? ഈക്വൽ ആണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് വൺ നോക്കിയേ. ഈ സ്ലൈഡിൽ എന്തൊക്കെ പഠിച്ചു? ഏരിയ, വോളിയം, ഡെൻസിറ്റി, പ്രഷർ, സ്ട്രെസ്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. നെക്സ്റ്റ് വൺ നോക്കിയേ, എനർജി ഡെൻസിറ്റി. എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് എനർജി ബൈ യൂണിറ്റ് വോളിയം ആണ്. സോ വാട്ട് ഈസ് എനർജി? എനർജിയുടെ ഡയമെൻഷൻ ഫോർമുല നമുക്കറിയാലോ. ml² t⁻² ആണ്. ബൈ വോളിയത്തിന്റെ ഡയമെൻഷൻ ഫോർമുല എന്താണ്? എൽ ക്യൂബ് ആണ്. ഈ 2l² ഇതിലെ 2l വെട്ടിപ്പോയി. ബാക്കി ഇവിടെ ഒരു എല്ലുണ്ട്. ഇത് മുകളിലോട്ട് വന്നാൽ ml⁻⁻1 t⁻². അപ്പൊ നിങ്ങൾ ഇവിടെ പഠിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ മക്കളെ? അതായത് പ്രഷറിന്റെയും സ്ട്രെസ്സിന്റെയും ഞാൻ ഇവിടെ എഴുതി തരാം. പ്രഷറിന്റെയും സ്ട്രെസ്സിന്റെയും മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെയും ആൻഡ് എനർജി ഡെൻസിറ്റിയുടെയും ഡയമെൻഷൻ ഫോർമുല സെയിം ആണ്. യൂണിറ്റും സെയിം ആണ്. പ്രഷറിന്റെയും സ്ട്രെസ്സിന്റെയും മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെയും എനർജി ഡെൻസിറ്റിയുടെയും ഡയമെൻഷൻ ഫോർമുല സെയിം ആണ്. എത്രയാണ് ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത്? ml⁻⁻1 t⁻² ആണ്. ഓക്കെ ആണോ മക്കളെ? കിട്ടിയോടാ? ഇനി ഓക്കെ, നെക്സ്റ്റ് വൺ, കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. വളരെ ഇമ്പോർട്ടന്റ് ആണ് കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. ഇവിടെ നോക്കിക്കണോ, ഫോഴ്സ് F ഈക്വൽ ടു ηA dV/dx. ഇതാണ് നമ്മുടെ വിസ്കോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. F ഈക്വൽ ടു ηA dV/dx. ഈ dV/dx എന്ന് പറയുന്നത് വെലോസിറ്റി ഗ്രേഡിയന്റ് ആണ്. എന്താണ് വെലോസിറ്റി ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വെലോസിറ്റി ബൈ ലെങ്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വെലോസിറ്റി ഗ്രേഡിയന്റ് എന്ന് വിളിക്കുക. ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ പ്രഷർ ബൈ ലെങ്ത്. വെലോസിറ്റി ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ലെങ്ത്. ഇവിടെ വെലോസിറ്റി ഗ്രേഡിയന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് മുകളിൽ വെലോസിറ്റിയും അടിയിൽ ലെങ്ത്തും ആണ്. വെലോസിറ്റി ബൈ ലെങ്ത് ആണ്. പിടികിട്ടിയോ? ഇവിടെ ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വിസ്കോസിറ്റി ഈറ്റയാണ്. അപ്പൊ ഈറ്റയ്ക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. ഈറ്റ ഈക്വൽ ടു എന്ത് കിട്ടും? എഫ് ഡി എക്സ് ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ഡി വി അല്ലെ? എഫ് ഡി എക്സ് ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ഡി വി. ഇനി എഫ് എന്താണ് മക്കളെ? ഫോഴ്സ് ആണ്.
ml(t)(-2) ആണ്. dx എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, ഡിവൈഡഡ് ബൈ a എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്, ആൻഡ് dv എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ആണ്, L(t)(-1) ആണ്. അപ്പൊ ഈ ഇവിടുത്തെ രണ്ടെല്ലും വെട്ടിപ്പോയി. ബാക്കി എന്തൊക്കെയല്ലേ? ബാക്കി മുകളിൽ mt(-2) ഉണ്ട്, ഡിവൈഡഡ് ബൈ അടിയിൽ ആരൊക്കെയുണ്ട്? L(t)(-1) ഉണ്ട്. ഈ L(t)(-1) മുകളിലോട്ട് പോയാൽ L(l)(-1) T(-1) എന്ന് കിട്ടും, അല്ലയോ? എങ്ങനെയാണ് T(-1) കിട്ടിയത്? മക്കളെ T(-2) ഇൻറ്റു T(-1) ആയി. ഈ അടിയിലുള്ള T(-1) മുകളിലേക്ക് പോകുമ്പോൾ T(-1) ആയി. ഇത് രണ്ടും കൂടി a(m) × a(n) വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ml(-1) T(-1) കിട്ടും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത്, ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് ml(-1) T(-1) ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വൺ കറണ്ടിന്റെ SI യൂണിറ്റ് എന്താ? ആംബിയർ അഥവാ I അല്ലേ? കറണ്ടിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് ആംബിയർ അഥവാ I. ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഇവിടെ നോക്കിക്കണം, Q = I/T. I = Q/T. നമുക്കറിയാം ഇക്വേഷൻ ആണ് മക്കളെ, I = Q/T. സോ ഇതിൽ നിന്ന് Q നോക്കിയേ I × T. I എത്രയാ? I ആംബിയർ ആണ്. ടിയുടെ ഡയമെൻഷൻ ഫോർമുല ടൈമാണ്. ടൈമിന്റെ ഡയമെൻഷൻ ഫോർമുല എത്രയാ? 80 ആണ്. അപ്പൊ ചാർജിന്റെ ഡയമെൻഷൻ ഫോർമുല നമുക്ക് എന്താണെന്ന് കിട്ടി? 80 ആണെന്ന് കിട്ടി. വോൾട്ടേജ് ഇവിടെ നോക്കിക്കോ. ഇനി വോൾട്ടേജ് നോക്കിക്കേ. വോൾട്ടേജിന്റെ ഡയമെൻഷൻ ഫോർമുല എങ്ങനെ കണ്ടുപിടിക്കും? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നോക്ക്, അപ്പൊ നമുക്ക് അറിയുന്ന ഇക്വേഷൻ ആണ് W = QV, അല്ലയോ? W വർക്കാണ്, Q ചാർജ് ആണ്, V വോൾട്ടേജ് ആണ്. അപ്പൊ അതിൽ നിന്ന് V = നമുക്ക് എന്ത് കിട്ടും മക്കളെ? W/Q അല്ലെ? W നീ കൊടുക്കുക, അറിയുന്നല്ലേ? വർക്കിന്റെ എന്താ? ml² T⁻². ചാർജിന്റെ എന്താ? A × T. ഈ AT മുകളിലേക്ക് കൊണ്ടുപോയാൽ ml² T⁻² അവിടെ ഉണ്ട്. ഈ T⁻1 മുകളിലേക്ക് T⁻1 ആവും. T⁻3 A⁻1. വോൾട്ടേജിന്റെ ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത് ml² T⁻3 A⁻1 ആണ്. ഓക്കെ ആണോ? അടിപൊളിയാണോ? കിട്ടിയോ? നെക്സ്റ്റ് വൺ ഇവിടെ നോക്കിക്കോ. റെസിസ്റ്റൻസിന്റെ ഡയമെൻഷൻ ഫോർമുല എന്താ? ഇവിടെ നോക്കിക്കേ. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഞാൻ പുതുതായിട്ട് ചെയ്യാം. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കണം. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഓംസ് ലോ പ്രകാരം V = I × R ആണ്. ഓംസ് ലോ പ്രകാരം V = IR ആണ്, അല്ലയോ? ആൻഡ് R = ഇതിൽ നിന്ന് R കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം മക്കളെ? R = V/I. V എത്രയാ? V എനിക്ക് ഇപ്പൊ അറിയില്ല എന്ന് വിചാരിച്ച്. അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്യുന്ന അറിയാം മക്കളെ? V ആക്ച്വലി അറിയുമെങ്കിൽ വളരെ ഗുണം ചെയ്യും. വിയുടെ ഡയമെൻഷൻ ഫോർമുല അറിയുമെങ്കിൽ അവിടെ കൊണ്ടിട്ടാൽ മതി. എനിക്കിപ്പോ വിയുടെ ഡയമെൻഷൻ ഫോർമുല അറിയില്ലെന്ന് വിചാരിക്കും. എനിക്ക് ആകെ അറിയുന്ന ഇക്വേഷൻ എന്താ? V = W/Q ആണെന്ന് എനിക്കറിയാം. അതിവിടെ കൊണ്ടിട്ടാൽ മതി. അപ്പൊ നോക്കി, R = വിയുടെ സ്ഥാനത്ത് W/Q. ബാക്കി ഇവിടെ എന്തുണ്ട്? I ഉണ്ട്. ഇപ്പൊ എല്ലാവരെയും എനിക്ക് അറിയുന്നവരാളില്ലേ? വർക്ക് അറിയാം, ചാർജ് അറിയാം, കറണ്ട് അറിയാം. നോക്കൂ, വർക്ക് എത്രയാ? ml² T⁻². ചാർജ് എത്രയാ? A × T. കറണ്ട് എത്രയാ? A അല്ലെ? ഇത് മുകളിലേക്ക് കൊണ്ടുപോയാൽ ml² അവിടെ ഉണ്ട്. ഈ T⁻1 മുകളിലേക്ക് പോയാൽ T⁻3 ആയി. ഇവിടെ എയും A² ഉണ്ട്, അത് മുകളിലേക്ക് പോയാൽ A⁻2 ആയി. റെസിസ്റ്റൻസിന്റെ ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത് ml² T⁻3 A⁻2. ഇവിടെ നോക്കിക്കോ. വോൾട്ടേജിന്റെ ഡയമെൻഷൻ ഫോർമുല ഒന്നുകൂടി നോക്കിയേ. വോൾട്ടേജിന്റെ ഡയമെൻഷൻ ഫോർമുല ml² T⁻3 A⁻2 ആണ്. റെസിസ്റ്റൻസിന്റെ ഡയമെൻഷൻ ഫോർമുല ഇതേ സെയിം ഇക്വേഷൻ, ml² T⁻3 A⁻2 ആണ്. വോൾട്ടേജിന്റെ A⁻1 ആണ് കേട്ടോ. ml² T⁻3 A⁻1 ആണ് വോൾട്ടേജിന്റെ. ml² T⁻3 A⁻2 ആണ് ആരുടെ? റെസിസ്റ്റൻസിന്റെ. ഓക്കെ ആണോ മക്കളെ? ബുദ്ധിമുട്ടില്ലല്ലോ. ഇവിടെ നോക്കി, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ml² T⁻3 A⁻2. ഇനി ആംഗുലർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ MBR ആണ്. M എന്ന് പറയുന്നത് ആണ്, മാസ് ആണ്. B വെലോസിറ്റി, L(t)(-1), റേഡിയസ് L. റേഡിയസ് ഈസ് ദ ഡിസ്റ്റൻസ്. അപ്പൊ എന്താ കിട്ടുക? ml² T⁻1. ആംഗുലർ മൊമെന്റത്തിന്റെ ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത് ml² T⁻1. ഇനി പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഇവിടെ നോക്കിക്കണം. പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ ഇക്വേഷൻ E = hf ആണ്.
ഈക്വൽ ടു എച്ച് എഫ്. എച്ച് ആണ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. സോ എച്ച് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും മക്കളെ? എച്ച് ഈക്വൽ ടു ഇ ബൈ എഫ് കിട്ടി അല്ലയോ? എച്ച് ഈക്വൽ ടു ഇ ബൈ എഫ് കിട്ടി. ഏതിന്റെ ഡയമെൻഷൻ ഫോർമുലയാണോ കണ്ടുപിടിക്കേണ്ടത് അതിന് ഇക്വേഷൻ ഉണ്ടാക്കുക. എച്ച് ഈക്വൽ ടു ഇ ബൈ എഫ്. ഈ എത്രയാ? ഈ എനർജിയാണ്. എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 2 ആണ്. ഡിവൈഡഡ് ബൈ എഫ് എന്ന് പറയുന്നത് എന്താ മക്കളെ? എഫ് എന്ന് പറയുന്നത് എന്താ? എഫ് എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാ അല്ലയോ? എഫ് എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാ. ഫ്രീക്വൻസിയുടെ ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത് ടി റൈസ് ടു മൈനസ് 1 ആണ്. ഇത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നോക്കിക്കേ, എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 1 പ്ലസ് 1 ആവും. ഏറ്റവും അവസാനം എന്ത് കിട്ടി? എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 1. പിടികിട്ടോ? മനസ്സിലാവാത്തവര് എച്ച് ഈക്വൽ ടു ഇ ബൈ എഫ് ആണ്. ഇ എന്ന് പറയുന്നത് എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 2 ആണ്. എഫ് എന്ന് പറയുന്നത് ടി റൈസ് ടു മൈനസ് 1 ആണ്. ഇത് മുകളിലേക്ക് പോയാൽ എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 2 ഇൻറ്റു ടി റൈസ് ടു 1 ആവും. അപ്പൊ എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 2 ഇൻറ്റു ടി റൈസ് ടു 1 ടി റൈസ് ടു മൈനസ് 1 ആവും. അപ്പൊ ആംഗുലാർ മൊമെന്റത്തിന്റെയും പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെയും ഡയമെൻഷൻ ഫോർമുല ഈക്വൽ ആണ്. ഇനി ലീനിയർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താണ് മക്കളെ? മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. ഇവിടെ നോക്കിക്കേ, മാസ് എം ആണ്, വെലോസിറ്റി എൽ ടി റൈസ് ടു മൈനസ് 1 ആണ്. ലീനിയർ മൊമെന്റത്തിന്റെ ഡയമെൻഷൻ ഫോർമുല കിട്ടി, എം എൽ ടി റൈസ് ടു മൈനസ് 1. ഓക്കെ അല്ലേ? ഇമ്പൾസ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. സോ ഫോഴ്സ് എത്രയായിരുന്നു? എം എൽ ടി റൈസ് ടു മൈനസ് 2 ഇൻറ്റു ടൈം എത്രയാണ്? ടി റൈസ് ടു 1. ഇത് സോൾവ് ചെയ്യുമ്പോ എം എൽ ടി റൈസ് ടു മൈനസ് 2 ഇൻറ്റു ടി റൈസ് ടു 1 ടി റൈസ് ടു മൈനസ് 1 കിട്ടും. പിടികിട്ടിയോ? അപ്പൊ ലീനിയർ മൊമെന്റം എന്ന് പറഞ്ഞാൽ വെറും മൊമെന്റത്തിന്റെയും ഇമ്പൾസിന്റെയും ഡയമെൻഷൻ ഫോർമുല എന്താണ് മക്കളെ? സെയിം ആണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് വൺ, ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ്. ഇവിടെ നോക്കിക്കടാ, ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ്. E ഈക്വൽ ടു 3/2 kBt. ഇതിൽ 3/2 കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? E ഈക്വൽ ടു kBt. എനർജി ഈക്വൽ ടു kB ഇൻറ്റു ടി. ടൈം അല്ല, ടി ടെമ്പറേച്ചർ ആണ്. ടി എന്ന് പറയുന്നത് ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് കേസിൽ, ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് ഇക്വേഷനിൽ ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്. ഓക്കെ ആണോ? സോ kB എന്ന് പറയുന്നത് ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എനർജി ബൈ ടെമ്പറേച്ചർ ആണ്. എനർജി എത്രയാണ് സാർ? എനർജി എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 2 ആണ്. ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ എത്രയാണ്? കെൽവിൻ ആണ്. ഈ കെൽവിനെ മുകളിലോട്ട് കൊണ്ടുപോയാൽ എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 2 കെ റൈസ് ടു മൈനസ് 1. ദിസ് ഈസ് ദ ഡയമെൻഷൻ ഫോർമുല ഫോർ ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ്. മനസ്സിലാക്കി വെക്കണേ. ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ എനർജി ബൈ ടെമ്പറേച്ചർ ചെയ്താൽ മതി. അപ്പൊ എനർജിയുടെ ഡയമെൻഷൻ ഫോർമുല എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 2. ടെമ്പറേച്ചർ മുകളിലേക്ക് പോയാൽ കെ റൈസ് ടു മൈനസ് 1. ഓക്കെ ആണോടാ? അടിപൊളിയായിട്ട് കിട്ടിയോ? ഓക്കെ ആണോ? നെക്സ്റ്റ് വൺ, സർഫസ് ടെൻഷൻ. മക്കളെ, സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ബൈ ലെങ്ത് ആണ്. ഫോഴ്സ് ഇവിടെ നോക്കിക്കേ, എം എൽ ടി റൈസ് ടു മൈനസ് 2 ആണ്. ബൈ ലെങ്ത് എൽ ആണ്. എല്ലും പോയി, ബാക്കി എന്ത് കിട്ടി? എം ടി റൈസ് ടു മൈനസ് 2. സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് എം ടി റൈസ് ടു മൈനസ് 2 എന്ന് കിട്ടി. നെക്സ്റ്റ് വൺ, സർഫസ് എനർജി. എന്താണ് സർഫസ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സർഫസ് ടെൻഷൻ ഇൻറ്റു ഏരിയ ആണ്. ഇവിടെ ടി എന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ ആണ്, എ എന്ന് പറയുന്നത് ഏരിയ ആണ്. സർഫസ് എനർജി കണ്ടുപിടിക്കാൻ സർഫസ് ടെൻഷൻ ഇൻറ്റു ഏരിയ. സർഫസ് ടെൻഷന്റെ ഡയമെൻഷൻ ഫോർമുല എനിക്കറിയാം. എത്രയാ? എം ടി റൈസ് ടു മൈനസ് 2 ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? എൽ സ്ക്വയർ. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 2 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ ഈസ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. നമുക്കറിയാം എഫ് ഈക്വൽ ടു ജി m1 m2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ അല്ലയോ? ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷനിൽ നിന്ന് രണ്ട് ബോഡികളെ, എവരി ബോഡി ഇൻ ദി യൂണിവേഴ്സ് അട്രാക്ട് എവരി അതർ ബോഡി വിത്ത് എ ഫോഴ്സ്, and that force is directly proportional to product of their masses and inversely proportional to square of distance between them. അതിൽ നിന്ന് നമുക്ക് കിട്ടിയ ഇക്വേഷൻ ആണ് F equal to G m1 m2 divided by r square എന്നുള്ളത്. ഈ G എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. അതിന്റെ ഡയമെൻഷൻ ഫോർമുല കണ്ടുപിടിക്കാൻ G equal to എന്താക്കാം? FR square divided by m1 into m2. FR square divided by m1 into m2. F എന്താണ് സർ? ഫോഴ്സ് ആണ്. mlt raised to minus 2 into radius എന്ന് പറയുന്നത് L square ആണ്. divided by മാസ് എന്ന് പറയുന്നത് m into m ആണ്. ഇതിലെ ഒരെമ്മും വെട്ടിപ്പോയി, ബാക്കിയുള്ള ഒരു മുകളിലോട്ട് പോയി. അപ്പൊ m raised to minus 1. ഇതിലെ ഒരെമ്മ മുകളിലോട്ട് പോയി, m raised to minus 1. എല്ലും ഉണ്ട്, L സ്ക്വയറും ഉണ്ട്. അപ്പൊ എന്ത് കിട്ടി? L ക്യൂബ് കിട്ടി, ബാക്കി t raised to minus 2. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ ഫോർമുലയാണ്
m raised to -1 L cube T raised to -2 എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ നോക്കിക്കടാ തെർമൽ കണ്ടക്ടിവിറ്റി. വെരി ഇമ്പോർട്ടന്റ്. തെർമൽ കണ്ടക്ടിവിറ്റി ഇക്വേഷൻ ആണ് ഡെൽറ്റ ക്യൂ ഈക്വൽ ടു കെ എ ഡെൽറ്റ ടി ബൈ എൽ. ഡെൽറ്റ ക്യൂ ഈക്വൽ ടു കെ എ ഡെൽറ്റ ടി ബൈ എൽ. ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഹീറ്റ് ആണ്. റേറ്റ് ഓഫ് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിന് എന്ത് ചെയ്താൽ മക്കളെ, എനർജി ബൈ ടൈം എന്ന് എഴുതാം അല്ലേ. റേറ്റ് ഓഫ് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ SI യൂണിറ്റ് ആദ്യം ഒന്ന് എഴുതി തരാം. ഇവിടെ നോക്കിക്കേ. റേറ്റ് ഓഫ് ഹീറ്റിന്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഹീറ്റിന്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ജൂൾ ബൈ സെക്കൻഡ് അല്ലെ. റേറ്റ് ഓഫ് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H/T ആണ്. റേറ്റ് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് H/T അഥവാ Q/T. അപ്പൊ എനിക്ക് നോക്കിയേ, ജൂൾ ബൈ സെക്കൻഡ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു A എന്ന് പറയുന്നത് ഏരിയ ആണ്. ഏരിയ ഈസ് മീറ്റർ സ്ക്വയർ. ഡെൽറ്റ ടി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. അപ്പൊ എന്ത് കിട്ടി? ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിൽ എന്ത് കിട്ടി? K കിട്ടി. ആൻഡ് ബൈ L എന്ന് പറയുന്നത് മീറ്റർ ആണ്. ഇവിടത്തെ ഒരു എമ്മും വെട്ടിപ്പോയി. ബുദ്ധിമുട്ടുണ്ടോ? ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേറ്റ് ഇൻ ഹീറ്റ് ആണ്. സോറി ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഹീറ്റ് ആണ്. അപ്പൊ നോക്കിയേ, റേറ്റ് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് J/SI ജൂൾ പെർ സെക്കൻഡ് ആയി ഈക്വൽ ടു K ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. തെർമൽ കണ്ടക്ടിവിറ്റി ഇൻടു ഏരിയ മീറ്റർ സ്ക്വയർ ഡെൽറ്റ ടി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ കെൽവിൻ ബൈ ലെങ്ത് എന്ന് പറയുന്നത് M ആണ്. എമ്മും വെട്ടിപ്പോയി. ബാക്കി എന്താ കിട്ടുക? ഇവിടെ നോക്കിക്കേ. ഞാനിത് പുതുതായിട്ട് ചെയ്യണോ? ഇവിടെ നോക്കിക്കേ. ഡെൽറ്റ ക്യൂ ഈക്വൽ ടു K ഇൻറ്റു A ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ L. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് തെർമൽ കണ്ടക്ടിവിറ്റി ആണ്. നെക്സ്റ്റ് ഓഫ് ഓൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് തെർമൽ കണ്ടക്ടിവിറ്റി ആണ്. ഡെൽറ്റ ക്യൂ ഈക്വൽ ടു K ഇൻറ്റു ഡെൽറ്റ A T ബൈ L. അപ്പൊ Kക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. എന്താ കിട്ടുക? ഡെൽറ്റ ക്യൂ ഇൻറ്റു L ഡിവൈഡഡ് ബൈ A ഡെൽറ്റ ടി അല്ലേ. ഡെൽറ്റ ക്യൂ ഇൻറ്റു L ഡിവൈഡഡ് ബൈ A ഡെൽറ്റ ടി. ഈ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഹീറ്റ് ആണ്. റേറ്റ് ഓഫ് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ അത് ജൂൾ പെർ സെക്കൻഡ് ആണ്. ലെങ്ത് എന്ന് പറയുന്നത് മീറ്റർ ആണ്. ഡിവൈഡഡ് ബൈ ഏരിയ മീറ്റർ സ്ക്വയർ ആണ്. ഡെൽറ്റ ടി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അത് കെൽവിൻ ആണ്. ഈ ജൂൾ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് വാട്ട് അല്ലേ? ജൂൾ പെർ സെക്കൻഡ് എനർജി ബൈ ടൈം, വർക്ക് ബൈ ടൈം. എനർജി വർക്കിനോട് ഇക്വലന്റ് ആണല്ലോ. എനർജി ബൈ ടൈം, വർക്ക് ബൈ ടൈം എന്നൊക്കെ പറയുന്നത് പവർ ആണ്, വാട്ട് ആണ്. അപ്പൊ എന്ത് കിട്ടിയ വാട്ട് ഇൻറ്റു ഈ ഒരു മീറ്റർ വെട്ടിപ്പോയി. അപ്പൊ വാട്ട് ഡിവൈഡഡ് ബൈ, ഇനി ഇവിടെ വേറെ ആളില്ല, ജൂൾ ബൈ സെക്കൻഡ് വാട്ട് ആണ്. ഈ മീറ്റർ വെട്ടിപ്പോയി, ബാക്കി വാട്ട് ഡിവൈഡഡ് ബൈ മീറ്റർ കെൽവിൻ കിട്ടി. അപ്പൊ തെർമൽ കണ്ടക്ടിവിറ്റിയുടെ K എന്ന് പറയുന്ന തെർമൽ കണ്ടക്ടിവിറ്റിയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മക്കളെ വാട്ട് മീറ്റർ റേസ് ടു -1 കെൽവിൻ റേസ് ടു -1 ആണ്. വാട്ട് മീറ്റർ റേസ് ടു -1 കെൽവിൻ റേസ് ടു -1 ആണ്. ആർക്കെങ്കിലും ബുദ്ധിമുട്ടായെങ്കിൽ ഇവിടെ ഒന്നുകൂടി നോക്കിക്കേ. K ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഇൻറ്റു L ഡിവൈഡഡ് ബൈ A ഡെൽറ്റ ടി ആണ്. തെർമൽ കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ ഡെൽറ്റ ക്യൂ L ഡിവൈഡഡ് ബൈ A ഡെൽറ്റ ടി. എടാ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഹീറ്റ് ആണ്. ആ റേറ്റ് ഓഫ് ഹീറ്റിന്റെ യൂണിറ്റ് ജൂൾ ബൈ സെക്കൻഡ് ആണ്. റേറ്റ് ഓഫ് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൾ ബൈ സെക്കൻഡ്. ഈ ജൂൾ ബൈ സെക്കൻഡ് ആരാണ്? വാട്ട് അല്ലേ. ഡെൽറ്റ ക്യൂയുടെ സ്ഥാനത്ത് എനിക്ക് വാട്ട് എഴുതാം. ഓക്കെ. ലെങ്ത് എന്ന് പറയുന്നത് മീറ്റർ ആണ്. ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ ആണ്. ഡെൽറ്റ ടി ടെമ്പറേച്ചർ ആണ്, കെൽവിൻ ആണ്. ഈ മീറ്ററും വെട്ടിപ്പോയി, ബാക്കി വാട്ട് ഉണ്ട്. മീറ്റർ കെൽവിൻ മുകളിലേക്ക് പോയാൽ മീറ്റർ റേസ് ടു -1 കെൽവിൻ റേസ് ടു -1. സോറി, ഇത് ഡയമെൻഷൻ ഫോർമുല അല്ല, SI യൂണിറ്റ് ആണ്. ഓക്കെ ആണോ മക്കളെ? ഇതുവരെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള, അതായത് ഒരുമാതിരിപ്പെട്ട എല്ലാ ഡയമെൻഷൻ ഫോർമുലാസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ, പ്രത്യേകിച്ചും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇതിൽ നിന്നും വന്നിട്ടുള്ള ചോദ്യങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, കോമഡി ചോദ്യമല്ലേ. നീറ്റ് 2020 വന്നാണ്. ഡയമെൻഷൻ ഓഫ് സ്ട്രെസ്. നിങ്ങൾക്കറിയാലോ, സ്ട്രെസ് എന്ന് പറയുന്നതും പ്രഷർ എന്ന് പറയുന്നതും മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നതും എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നതും ഈക്വൽ ആണ് അല്ലേ? ഈ ചോദ്യത്തിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഇവിടെ നോക്കിയാ വർക്ക്, ടോർക്ക്, എനർജി ഡയമെൻഷൻ ഫോർമുല SI യൂണിറ്റിന് ഈക്വൽ ആണ്. ആംഗുലാർ മൊമെന്റവും പ്ലാങ്ക്സ് കോൺസ്റ്റന്റും ഡയമെൻഷൻ ഫോർമുല ഈക്വൽ ആണ്. ലീനിയർ മൊമെന്റവും ഇമ്പൾസും ഡയമെൻഷൻ ഫോർമുല ഈക്വൽ ആണ് അല്ലേ? സ്പീഡ് ആൻഡ് വെലോസിറ്റി ഡയമെൻഷൻ ഫോർമുല ഈക്വൽ ആണ്.
പ്രഷറും സ്ട്രെസ്സും അതുപോലെ തന്നെ എനർജി ഡെൻസിറ്റിയും മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും. ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ മക്കളെ? യങ്സ് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ് ഒക്കെ ഇല്ലേ? അത്തരത്തിലുള്ള മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെയും എനർജി ഡെൻസിറ്റിയുടെയും സ്ട്രെസ്സിന്റെയും പ്രഷറിന്റെയും ഡൈമെൻഷൻ ഫോർമുല എന്താടാ? ഈക്വൽ ആണ്. പിടികിട്ടിയോ? ഈക്വൽ ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മൈൻഡിൽ വെക്കുക. ഇനി ഇവിടെ നോക്കിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 2020 നീറ്റിന് ചോദിച്ച ചോദ്യമാണ്. ഡയമെൻഷൻ ഓഫ് സ്ട്രെസ്. സ്ട്രെസ്സിന്റെ ഡയമെൻഷൻ പ്രഷറിനോട് ഈക്വൽ അല്ലേ? പ്രഷറിന്റെ ഡയമെൻഷൻ എന്തായിരുന്നു? ml⁻⁻1 T⁻². അല്ലേ? സ്ട്രെസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഇതിൽ ഇട്ട് കൊടുക്കുക. നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ml⁻⁻1 T⁻². ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കടാ. 2001 ചോദിച്ച ചോദ്യമാണ്. ദ ഡയമെൻഷൻ ഓഫ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഈക്വൽസ് ടു ദാറ്റ് ഓഫ്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ താഴെ തന്നിട്ടുള്ളതിൽ ഏതിനോടാണ് ഈക്വൽ എന്നുള്ളത് ഇവിടെ നോക്ക്. എനർജി ആണോ? അല്ല. മൊമെന്റം ആണോ? അല്ല. പവർ ആണോ? അല്ല. ഏതാണ് സാർ? ആംഗുലാർ മൊമെന്റം ആണ്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ആംഗുലാർ മൊമെന്റത്തിനോട് ഈക്വൽ ആണ്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ആംഗുലാർ മൊമെന്റത്തിനോട് ഈക്വൽ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 2012 ചോദ്യമാണ്. The damping force on an oscillator is directly proportional to velocity. The unit of constant of proportionality are. മക്കളെ ചോദ്യം ഒന്നുമില്ലടോ. ഏതോ ഒരു ഓസിലേറ്ററിന്റെ ഡാമ്പിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് അതിന്റെ വെലോസിറ്റിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. പിടികിട്ടിയോ? ഇത്രയേ ഉള്ളൂ. ഏതോ ഒരു ഓസിലേറ്ററിന്റെ ഡാമ്പിംഗ് ഫോഴ്സ്, അതിന്റെ ഡാമ്പിംഗ് ഫോഴ്സ് ഒന്നുമില്ല. ഫോഴ്സ് എന്ന് പറയുന്നത് വെലോസിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ആ കേസിലുണ്ടായ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിന് യൂണിറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ നോക്ക്. എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി ആണെങ്കിൽ എഫ് ഈക്വൽ ടു കെ വി എന്ന് എഴുതി കൂടെ? ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി കളയാൻ ഞാൻ കൊണ്ടുവന്ന കോൺസ്റ്റന്റ് ആണ് കെ എന്ന് പറയുന്നത്. ഈ കോൺസ്റ്റന്റിന്റെ എസ് ഐ യൂണിറ്റ് കണ്ടുപിടിക്കാനാണ് അവർ പറഞ്ഞേക്കുന്നത്. സോ കെ ഈക്വൽ ടു എന്ത് കിട്ടി? എഫ് ബൈ വി. കണ്ടുപിടിക്കേണ്ട ആളുടെ ഇക്വേഷൻ കിട്ടി. ഇനി എഫ് ആരാ മക്കളെ? എഫ് ഫോഴ്സ് അല്ലേ? ഫോഴ്സിന്റെ എസ് ഐ യൂണിറ്റ് എന്താ? കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റൈസ് ടു -2 ഡിവൈഡഡ് ബൈ വെലോസിറ്റിയുടെ എസ് യൂണിറ്റ് എന്താ? മീറ്റർ സെക്കൻഡ് റൈസ് ടു -1 അല്ലേ? എസ് ഐ യൂണിറ്റ്സിനെ കുറിച്ചുള്ള ഒരു ധാരണ വേണമേ. ഞാൻ എങ്ങനെയാ പെട്ടെന്ന് എഴുതിയത്? ഫോഴ്സിന്റെ ഡയമെൻഷൻ ഫോർമുല എനിക്ക് അറിയാം. ml⁻⁻2 ആ. അപ്പൊ ഇനി എസ് ഐ യൂണിറ്റ് ആക്കാൻ മാസ് എന്ന് പറയുന്നത് കിലോഗ്രാമാ, ലെങ്ത് എന്ന് പറയുന്നത് മീറ്ററാ, ടൈം എന്ന് പറയുന്നത് സെക്കൻഡ് റൈസ് ടു -2. അങ്ങനെയാണ് എനിക്ക് പെട്ടെന്ന് കിട്ടിയത്. കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റൈസ് ടു -2. വെലോസിറ്റി LT⁻⁻1 ആ. അപ്പൊ L ലെങ്ത് മീറ്റർ, ടൈം സെക്കൻഡ് റൈസ് ടു -1. ഇനി ഇവിടെ നോക്കിക്കടാ. ഈ മീറ്ററും വെട്ടിപ്പോയി. സെക്കൻഡ് റൈസ് ടു -1 മുകളിലേക്ക് പോയാൽ കിലോഗ്രാം. ഓൾറെഡി അവിടെ സെക്കൻഡ് റൈസ് ടു -2 ഉണ്ട്. ഈ സെക്കൻഡ് റൈസ് ടു -1 മുകളിലേക്ക് പോയാൽ സെക്കൻഡ് റൈസ് ടു 1 ആയി. -1 മുകളിലേക്ക് പോകുമ്പോൾ സെക്കൻഡ് റൈസ് ടു 1 ആയി. ഇനി എന്താ കിട്ടുക? കിലോഗ്രാം സെക്കൻഡ് റൈസ് ടു -2. സെക്കൻഡ് റൈസ് ടു -2 ഉണ്ട്, സെക്കൻഡ് റൈസ് ടു 1 ഉണ്ട്. അത് A⁻m വെച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിലോഗ്രാം സെക്കൻഡ് റൈസ് ടു -1 എന്ന് കിട്ടും. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ദ ഡയമെൻഷൻ ഓഫ് റെസിസ്റ്റൻസ് ഇൻ എൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഇൻ ടേംസ് ഓഫ് ഡയമെൻഷൻ ഓഫ് മാസ് m1 ഓഫ് ലെങ്ത് L1. ഒന്നുമില്ല. ദ ഡയമെൻഷൻ ഓഫ് റെസിസ്റ്റൻസ് ഇൻ എൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഇൻ ടേംസ് ഓഫ് ഡയമെൻഷൻ ഓഫ് മാസ്, ലെങ്ത്, ടൈം ആൻഡ് കറന്റ് വുഡ് ബി ഡാഷ്. ഇതെന്താ ചോദ്യം? എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ചോദ്യം ഇത്രയേ ഉള്ളൂ മക്കളെ. റെസിസ്റ്റൻസിന്റെ ഡയമെൻഷൻ ഫോർമുല കണ്ടുപിടിക്കാൻ. റെസിസ്റ്റൻസിന്റെ ഡയമെൻഷൻ ഫോർമുല എങ്ങനെയായിരുന്നു? V ഈക്വൽ ടു IR അല്ലേ? അപ്പൊ R ഈക്വൽ ടു V ബൈ I അല്ലേ? V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ബൈ Q അല്ലേ? വർക്ക് ബൈ ചാർജ് അല്ലേ? അപ്പൊ എന്ത് കിട്ടി? V ഈക്വൽ ടു വർക്ക് ബൈ Q ഇൻറ്റു I കിട്ടി അല്ലേ? ഇവിടെ നോക്കിക്കടാ. R ഈക്വൽ ടു ഇവിടെ നോക്കിക്കേ. R ഈക്വൽ ടു V ബൈ I ആണ്. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡയമെൻഷൻ ഫോർമുല ഓർമ്മയില്ലെങ്കിൽ വിയുടെ ഇക്വേഷൻ ആലോചിക്കുക. V എന്ന് പറയുന്നത് W ബൈ Q ഇൻറ്റു I അല്ലേ? ഇനി അവിടെ നോക്കിക്കേ. W ആരാ? വർക്കിന്റെ ഡയമെൻഷൻ ഫോർമുല ml² T⁻² ഡിവൈഡഡ് ബൈ ചാർജിന്റെ ഡയമെൻഷൻ ഫോർമുല AT ആ. കറന്റിന്റെ ഡയമെൻഷൻ ഫോർമുല A ആണ്. മുകളിലോട്ട് എടുത്താൽ ml². ഇവിടെ T⁻1 ഉണ്ട്. അത് മുകളിലേക്ക് പോയാൽ T⁻³ ആയി. ഓൾറെഡി T⁻2 ഇവിടെ ഉണ്ട്. ഈ T⁻1 മുകളിലേക്ക് പോയാൽ -1 ആവും. T⁻³ ആയി. A സ്ക്വയർ മുകളിലേക്ക് പോയാൽ A⁻2 ആയി. അപ്പൊ എന്താ ഡയമെൻഷൻ ഫോർമുല? ml² T⁻³ I⁻². നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണേ.
എയുടെ പകരം അവര് ഐ എന്നാണ് എന്ത് ചെയ്ത് ഡിനോട്ട് ചെയ്തത്. അതായത് കറണ്ടിന്റെ ഡയമെൻഷൻ ഫോർമുല എയും ആവാം ഐയും ആവാം. സോ എയുടെ പകരം എന്ത് കൊടുത്താൽ മതി? ഐ കൊടുത്താൽ മതി. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2020 വന്ന ഒരു ചോദ്യമാണ്. എ പെയർ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിംഗ് സെയിം ഡയമെൻഷൻ ഫോർമുല. താഴെ തന്നിട്ടുള്ളവയെ സെയിം ഡയമെൻഷൻ ഫോർമുല ഏതിനാണ് നോക്കിക്കോ. ഫോഴ്സും ടോർക്കും ആണോ? അല്ല. ടോർക്കും വർക്കും ആയാലേ. ഇവിടെ നോക്കി, ഫോഴ്സ് ഇമ്പൾസ് ആണോ? അല്ല. ഇമ്പൾസും മൊമെന്റും ആണെങ്കിൽ ഓക്കെ ആയാലും. വർക്ക് എനർജി ആണോ? അതെ. വർക്കും എനർജിയും സെയിം യൂണിറ്റും സെയിം ഡയമെൻഷൻ ഫോർമുലയുമാണ്. ലീനിയർ മൊമെന്റ് ആംഗുലർ മൊമെന്റ് ആണോ? അല്ല, തെറ്റാണ്. സോ ആക്ച്വൽ ആൻസർ വിൽ ബി വർക്ക് ആൻഡ് എനർജി. നെക്സ്റ്റ് വൺ നോക്കിയാൽ മക്കളെ, ഇഫ് ഇ ആൻഡ് ജി റെസ്പെക്റ്റീവ്ലി ഡിനോട്ട് എനർജി ആൻഡ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ ഇ ബൈ ജിയുടെ ഡയമെൻഷൻ ഫോർമുല. മക്കളെ, ഈ എനർജിയാണ് തന്നിട്ടുണ്ട്, ജി ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ആണ് തന്നിട്ടുണ്ട്. എന്നിട്ട് ഇ ബൈ ജി ചെയ്യുമ്പോഴുള്ള ഡയമെൻഷൻ ഫോർമുല കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇ എന്താ? ഇ ഈസ് എം എൽ സ്ക്വയർ ടി റൈസ് ടു -2 ഡിവൈഡഡ് ബൈ ജി എന്താ? ജിയുടെ വാല്യൂ അറിയില്ലെങ്കിൽ ജി ഈക്വൽ ടു, എനിക്ക് ഇക്വേഷൻ അറിയാം, എഫ് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ M1 M2. സോ നോക്കിക്കേ, എഫ് എന്താ? എം എൽ ടി റൈസ് ടു -2 ആണ്. ആർ എന്താ? എൽ സ്ക്വയർ ആണ്. ഡിവൈഡഡ് ബൈ എം സ്ക്വയർ കിട്ടും. എം ഇൻറ്റു എം. മാസിന്റെ ഡയമെൻഷൻ ഫോർമുല എം ആണ്. 2 മാസം എം സ്ക്വയർ. എമ്മും വെട്ടിപ്പോയി. ഇത് മുകളിലേക്ക് പോയാൽ എം റൈസ് ടു -1 എൽ ക്യൂബ് ടി റൈസ് ടു -2 ആണ് ജിയുടെ ഡയമെൻഷൻ ഫോർമുല. അപ്പൊ ഈടെ എനിക്കറിയാം, ജിയുടെ ഞാൻ കണ്ടുപിടിച്ചു. എന്താ കണ്ടുപിടിച്ചത്? എം റൈസ് ടു -1 എൽ ക്യൂബ് ടി റൈസ് ടു -2. നോക്കിക്കേ, ഈ എൽ സ്ക്വയർ ഇവിടെയുള്ള 2 എല്ലിൽ വെട്ടിപ്പോയി അല്ലെ. ഇനി എം മുകളിലേക്ക് എടുത്താൽ എം സ്ക്വയർ കിട്ടും. ഇനി എം റൈസ് ടു -1 മുകളിലേക്ക് പോയാൽ എം സ്ക്വയർ കിട്ടും. എൽ അടിയിലുള്ള എൽ മുകളിലേക്ക് വന്നാൽ എൽ റൈസ് ടു -1 കിട്ടും. ടി റൈസ് ടു -2 മുകളിലേക്ക് പോയാൽ, മക്കളെ ഇത് മനസ്സിലാവാത്തൊരു ഇവിടെ നോക്കിക്കേ, ഈ എൽ സ്ക്വയർ ഈ 2 എല്ലിൽ വെട്ടിപ്പോയി. ബാക്കി മുകളിൽ ആരാളെ? എം ടി റൈസ് ടു -2 അല്ലേ. അടിയിൽ എം റൈസ് ടു -1 ഉണ്ട്. അത് മുകളിലേക്ക് പോയാൽ എം ആയി. ടി റൈസ് ടു -2 മുകളിലേക്ക് വന്നാൽ ടി സ്ക്വയർ ആയി. അപ്പൊ ടി റൈസ് ടു -2 ടി സ്ക്വയർ വെട്ടിപ്പോയി. ഇനി ഒരു എല്ല് കൂടി ബാക്കിയുണ്ട്. എല്ല് കൂടി മുകളിലേക്ക് വന്നാൽ എൽ റൈസ് ടു -1 ആയി. ബാക്കി ഇവിടെ ആരാളെ? എം സ്ക്വയർ എൽ റൈസ് ടു -1 ടി റൈസ് ടു 0. എം സ്ക്വയർ എൽ റൈസ് ടു -1 ടി റൈസ് ടു 0. ഓക്കെ ആണോ? ജസ്റ്റ് ആ ഫോർമുലയിൽ അത് ഇട്ട് കൊടുക്കുക, സോൾവ് ചെയ്യുക. അത്രേ ഉള്ളൂ. ഓക്കെ ആണോ? നെക്സ്റ്റ് ഒന്ന് നോക്കിയാ, ഇത് വേറൊരു ടൈപ്പ് ഓഫ് ചോദ്യമാണ്. ഇഫ് ദ ഡയമെൻഷൻ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആർ ഗിവൺ ബൈ, ഏതോ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ തന്നിട്ടുണ്ട്. എങ്ങനെയാണ് വന്നേക്കുന്നത്? എം റൈസ് ടു എ എൽ റൈസ് ടു ബി ടി റൈസ് ടു സി. എന്നിട്ട് അവർ ചോദിക്കുകയാണ് ദെൻ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിൽ ബി. അങ്ങനെയാണെങ്കിൽ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാവാന്ന് ആദ്യത്തെ ഓപ്ഷൻ നോക്കിയേ. അത് പ്രഷർ ആണോ? എപ്പോ? എ ഈക്വൽ ടു 1 ഏടെ അവിടെ വന്നു കൊടുത്ത് നോക്കിയേ. എം റൈസ് ടു 1. ബി ഈക്വൽ ടു -1 അപ്പൊ എൽ റൈസ് ടു -1. സി ഈക്വൽ ടു -2 ടി റൈസ് ടു -2 അല്ലേ. എം എൽ റൈസ് ടു -1 ടി റൈസ് ടു -2 എന്ന് പറയുന്നത് പ്രഷർ തന്നെയാണ്. അപ്പൊ ഇവര് തന്നിട്ടുള്ള ഡയമെൻഷൻ ഫോർമുല ആക്ച്വലി ഏത് തന്നെയാണ്? പ്രഷർ തന്നെയാണ്. ഉത്തരം കിട്ടി. ഇത്രയേ ഉള്ളൂ. ഇനി ഇവിടെ നോക്കിയേ, രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയേ. അത് വെലോസിറ്റി ആവാണ്. എ റൈസ് ടു 1. അപ്പൊ എമ്മിന്റെ അവിടെയാണ് ഏക എടുക്കുന്നത്. അപ്പൊ എം റൈസ് ടു 1 വരും. വെലോസിറ്റിയുടെ ഇക്വേഷൻ ഒരിക്കലും എം വരില്ല. എൽ ടി റൈസ് ടു -1 ഉള്ളൂ. ആക്സിലറേഷൻ അതിലും എം പ്രസന്റാ, അപ്പൊ അതും വരില്ല. ഇനി ഫോഴ്സിന് എ റൈസ് ടു 1 വേണമായിരുന്നു. കാര്യം ഫോഴ്സ് എം എൽ ടി റൈസ് ടു -2 ആണ്. ഇവിടെ എയുടെ വാല്യൂ 0 അപ്പൊ അത് എന്തും ആവില്ല, ഫോഴ്സും ആവത്തില്ല. ഓക്കെ ആണോടാ? നെക്സ്റ്റ് വൺ നോക്കിക്കോ. ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് ഹാസ് ദ സെയിം ഡയമെൻഷൻ ഫോർമുല ആസ് പ്രഷർ. പ്രഷറിന് ഇക്വലന്റ് ആയിട്ടുള്ള ഡയമെൻഷൻ ഫോർമുല ആരാ? പ്രഷറും സ്ട്രെസ്സും മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും എനർജി ഡെൻസിറ്റിയും അല്ലേ ഈക്വൽ ആയിട്ടുള്ളത്. പ്രഷറിന് ഇക്വലന്റ് ആരാ ഈ കേസിൽ? ആരാ? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ അല്ലേ മക്കളെ? ജെയുടെ ചോദ്യമാണ്. ജെയ്ക്ക് ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. മാച്ച് ദ ഫോളോയിങ്. ഇവിടെ നോക്കിക്കറ, ടോർക്ക് എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാ നോക്കിക്കേ. ടോർക്ക് എന്ന് പറഞ്ഞാൽ വർക്കിന് ഇക്വലന്റ് അല്ലേ. വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ആക്ച്വലി ജൂൾ ഉണ്ടാവുന്നതായിരുന്നു. ജൂൾ എത്തിക്കുള്ള ഒരു ഓപ്ഷൻ ഇല്ല. വർക്കിന്റെ ഒരു എസ് യൂണിറ്റ് ആണല്ലോ ജൂള്. ആ ജൂൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി ഇല്ല. അപ്പൊ അടുക്കള ആലോചിക്കും. വർക്ക് ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സ് എന്ന് പറയുന്നത് ന്യൂട്ടറാ, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് മീറ്ററാ. അപ്പൊ വർക്കിന്റെ മറ്റൊരു എസ് യൂണിറ്റ് ആണ് ന്യൂട്ടൺ മീറ്റർ. അപ്പൊ വർക്കിനോട് ടോർക്ക് ഇക്വലന്റ് ആയതുകൊണ്ട് ടോർക്ക് എന്ന് പറയുന്നത് ഏതിനോട് ഇക്വലന്റ് ആയിരിക്കും? ന്യൂട്ടൺ മീറ്ററിനോട് ഇക്വലന്റ് ആയിരിക്കും. സ്ട്രെസ് ആർക്ക് ഇക്വല? പ്രഷറിന് ഇക്വല. പക്ഷേ പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സ് ന്യൂട്ടൺ ആണ്, ബൈ ഏരിയ മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ മീറ്റർ സ്ക്വയർ മുകളിലേക്ക് പോയാൽ NM റൈസ് ടു -2 ഇത് പ്രഷറാ. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അഥവാ NM റൈസ് ടു -2 എന്ന് പറയുന്നത് പ്രഷറാ. പ്രഷറും സ്ട്രെസ്സും ഈക്വൽ അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഈ ഓപ്ഷനോടായിരിക്കും. ഇനി നിങ്ങൾ ഓപ്ഷൻ നോക്കിയിട്ട് ആദ്യത്തേത് എ എന്ന് പറയുന്നത് ആരോട് ഇക്വലന്റ് ആയത്? എ എന്ന് പറയുന്നത് 3 ആ.
എ എന്ന് പറയുന്നത് 3 ആ അല്ലെ? എ എന്ന് പറയുന്ന 3 ഉള്ള 2 ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ ഇതല്ല, ഇത് രണ്ടും അല്ല. ഇനി ഇതില് രണ്ടിലും നോക്കിയാൽ മതി. ബി ബി ആരാ? സ്ട്രെസ് നാലാമത്തിനോട് ഈക്വൽ ആയിട്ടുള്ള ബി എന്ന് പറയുന്നത് 4നോട് ഈക്വൽ ആയിട്ടുള്ള. എനിക്ക് കിട്ടിയ എന്റെ ഉത്തരം ഇതാണ്. മനസ്സിലായോ? പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്ത ആൻസറിലേക്ക് എത്തുക. ഇവിടെ നോക്കിക്കേ, നെക്സ്റ്റ് വൺ ലാറ്റിൻ ഹീറ്റാ. ലാറ്റിൻ ഹീറ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് പവർ എന്ന് നോക്കിയേ. പവർ എന്ന് പറയുന്നത് ഇതായിരിക്കും വരിക. എന്തുകൊണ്ടാ? പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈം അല്ലടോ. വർക്ക് ഇതാ ന്യൂട്ടൺ മീറ്റർ, ടൈം സെക്കൻഡ്, സെക്കൻഡ് മുകളിലേക്ക് പോയാൽ ന്യൂട്ടൺ മീറ്റർ സെക്കൻഡ് റേസ് ടു -1. ഇവിടെ നമ്മൾ ഇതുവരെ പറയാത്ത ഒരാളുണ്ട്. അതാണ് ലാറ്റിൻ ഹീറ്റ് എന്ന് പറയുന്നത്. ലാറ്റിൻ ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q ഈക്വൽ ടു ml. നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ് Q ഈക്വൽ ടു ml എന്ന് പറയുന്നത് അല്ലെ? നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ് Q ഈക്വൽ ടു ml. ഇവിടെ നോക്കി, L എന്ന് പറഞ്ഞാൽ എന്താ? L ആണ് ലാറ്റിൻ ഹീറ്റ്. L ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടി? Q/m കിട്ടി. Q/m കിട്ടി. Q എന്ന് പറഞ്ഞാൽ എനർജിയാ, ഹീറ്റ് എനർജിയാ. അപ്പൊ അവിടെ ജൂള്, ഹീറ്റ് എനർജി, എനർജി ആണ്, ജൂൾ ആണല്ലോ. എനർജിയുടെ യൂണിറ്റ്, വർക്കിന്റെ യൂണിറ്റ് ഒക്കെ സെയിമാ, ജൂളാ. ബൈ മാസ് എന്ന് പറയുന്നത് മക്കളെ കിലോഗ്രാം. അപ്പൊ ജൂൾ കിലോഗ്രാം റേസ് ടു -1. ഇതാണ് ആരെന്ന് പറയുന്നത്? ലാറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കറ, ലാറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത് Q ഈക്വൽ ടു ml ആ. സോ ലാറ്റന്റ് ഹീറ്റ് L ഈക്വൽ ടു Q/m ആ. Q എന്ന് പറയുന്നത് എന്താ? Q എന്ന് പറയുന്നത് ജൂളാ. ബൈ M എന്ന് പറയുന്നത് കിലോഗ്രാമാ. സോ ജൂൾ കിലോഗ്രാം റേസ് ടു -1. ഓക്കെ ആണോ? നെക്സ്റ്റ് വൺ നോക്കിക്കടാ. ഫസ്റ്റ് ലിസ്റ്റ്, അതായത് ആദ്യത്തെയും രണ്ടാമത്തെയും എന്ത് ചെയ്യുക? മാച്ച് ചെയ്യുക. അപ്പൊ നോക്കിയേ, കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ml റേസ് ടു -1, T റേസ് ടു -1. നേരത്തെ ഞാനത് ഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്, അത് നോക്കുക. സർഫസ് ടെൻഷൻ ഫോഴ്സ് ബൈ ലെങ്ത്. ഫോഴ്സ് ml T റേസ് ടു -2 ബൈ ലെങ്ത് അല്ല, L വെല്ലും പോയി. ബാക്കി എന്താ? mt റേസ് ടു -2. mt റേസ് ടു L ഇല്ല, mt റേസ് ടു -2. നെക്സ്റ്റ് വൺ പ്രഷർ നമ്മൾ പഠിച്ചതല്ലേ? ml റേസ് ടു -1, T റേസ് ടു -2 ആണ് പ്രഷർ എന്ന് പറയുന്നത്. സർഫസ് എനർജി എന്ന് പറഞ്ഞാൽ എന്താ? ml², T റേസ് ടു -2. ഏത് എനർജി ആണെങ്കിലും, പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, അതുപോലെ എന്താ പറയാ, മെക്കാനിക്കൽ എനർജി, ഇലാസ്റ്റിക് എനർജി, ഏത് എനർജി ആണെങ്കിലും എനർജിയുടെ അതേ ഡയമെൻഷൻ ഫോർമുലയാ. സർഫസ് എനർജിക്കും അതേ ഡയമെൻഷൻ ഫോർമുല ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. സർഫസ് എനർജി എന്ന് പറയുന്നത് പിടികിട്ടിയോ? ഓക്കെ ആണോ? ഇനി സർഫസ് എനർജി അറിയാത്തവര്, സർഫസ് എനർജി ഈക്വൽ ടു സർഫസ് ടെൻഷൻ ഇൻറ്റു ഏരിയ. സർഫസ് ടെൻഷൻ എന്താ? mt റേസ് ടു -2 ആ. ഇൻറ്റു ഏരിയ എന്താ? L² ആ. എന്ത് കിട്ടിയടാ? ml² T റേസ് ടു. ഓക്കെ ആണോ മക്കളെ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിച്ചത്. പ്രത്യേകിച്ചും ഫുൾ ഡയമെൻഷൻസിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ അതിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് നല്ല ചോദ്യങ്ങളും, ഈസിയർ ചോദ്യങ്ങളും, ഒരു മോഡറേറ്റ് ചോദ്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്ത് തീർക്കും. ഒക്കെ നമ്മൾ എന്ത് ചെയ്തു? നമ്മളത് ചെയ്യുകയും ചെയ്തു. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.